ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മൈ ഫൈൻസ് ആൻഡ് ഫ്ലിപ്കാർട്ട്. ഈ ചിരിക്കുന്ന പറഞ്ഞിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഗൈസ്, എൻ്റെ ചേച്ചിയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നേക്കുമ്പോൾ നമ്മൾ ചിരിക്കും. അതുകൊണ്ട് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ 4 ലെയർഡ് ആയിട്ടുള്ള സ്കൈ ബ്ലൂ കളറിൽ വരുന്ന വാർഡ്രോപ്പാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് 500 സംതിങ് ആണ് വരുന്നത്. ലിങ്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ടാഗ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനെ കൊണ്ടുള്ള യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കണമെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ നമ്മളിപ്പം പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബുക്സ്, കാര്യങ്ങൾ, ടോയ്സ് ഇതൊക്കെ നമുക്ക് അറേഞ്ച് വെക്കാൻ വേണ്ടിയിട്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ തുണിയാണ് വരുന്നത്, അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമല്ലാതെ ഇതിന് വേറൊരു കാര്യത്തിനോട് ഉപയോഗിക്കാം. അത് നമുക്ക് വീഡിയോൻ്റെ എൻഡിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാടിറങ്ങി ഓടി വരും ഒരു മൂകനായ കാട്ടുകടുവയെ വേട്ടയാടി ഇതുവഴി വാ. ഈ ഗാനമേള നിങ്ങൾക്ക് ആരും തെറ്റിദ്ധരിക്കും. ഈ ഒരു സാധനം എൻ്റെ വിവരക്കൂടുതൽ കൊണ്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് വന്നത്. ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഏത് കമ്പി എവിടെ കൊടുക്കണമെന്നുള്ള എൻ്റെ അറിവില്ലായ്മ കൊണ്ടാവാം ഇത്രയും ലാഗായത്. ശരിക്കും കുറച്ച് വിവരമുള്ള ആളാണെങ്കിൽ ഇത്രയും സമയത്തിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തം കാണുമ്പോൾ മനസ്സിലാവേണ്ടതാണ്. അപ്പോൾ പിന്നെ ഞാനത് കണ്ടുപിടിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ കണ്ടില്ലേ 2x സ്പീഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ കണ്ട ഇത്രയും സ്പീഡിൽ എനിക്കത് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് അത് സെറ്റിങ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ആ ഒരു പ്രൈസിന് വെർത്തായിട്ടുള്ളൊരു ഐറ്റമാണ്. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. കുട്ടികളൊക്കെ ഉള്ളവർ എന്തായാലും ഇത് വാങ്ങുന്നത് വളരെ നന്നാവും. അപ്പോൾ ഇതിൻ്റെ ചെറുത് ഇങ്ങനെയൊക്കെയായിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. എനിക്കിതിൻ്റെ അതിൽ സംഭവബഹുലമായിട്ട് പറഞ്ഞുതരാണ്. ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ അമ്മ എന്തായാലും എന്നെ ഒന്ന് സ്മരിക്കാനുള്ളത് നല്ല രീതിക്ക് ഞാൻ കാണുന്നത്. എനിക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു എൻ്റെ മൂക്കെന്ന് പറഞ്ഞിരിക്കും. എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ മനസ്സിലാകും. എന്നാളും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിധമാണ് ഗായ്സ് ഇതുവരെ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല എന്നുള്ളത് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്.